അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വീട് കിച്ചണൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ചില ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് കിച്ചണിന് എങ്ങനെയാണ് ഡോറ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചണിൻ്റെ ഡോറ് ഇപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വെക്കാം. അതായത് നമ്മൾ ഫ്രണ്ട് ഡോറ് പറയുന്ന സമയത്ത് തെക്കിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീടിപ്പോൾ നമ്മൾ വടക്കോട്ട് മുഖാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്ക് വശം വരൽ തെക്കായിരിക്കും. ഇപ്പോൾ തെക്ക് കിഴക്കിൽ കിച്ചൺ വരുന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിലൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പരിഗണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ദിശ, അതായത് പറമ്പിൻ്റെ ദിശയ്ക്കനുസരിച്ചായിരിക്കും നമ്മൾ വീടിൻ്റെ സ്ഥാനം നിശ്ചയിക്കുക. അപ്പോൾ വീടിൻ്റെ സ്ഥാനം നിശ്ചയിച്ചതിന് ശേഷം അതിനനുസരിച്ചായിരിക്കും നമ്മളൊരു കിച്ചനൊരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ കിച്ചണിന് ഇപ്പം ഒന്നാം സ്ഥാനത്ത് കിച്ചൺ വടക്ക് കിഴക്ക് കിച്ചൺ വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് ബെസ്റ്റ് എങ്ങനെ ഇറങ്ങാം, അതേപോലെ തെക്ക് കിഴക്ക് കിച്ചൺ വരികയാണെങ്കിൽ എങ്ങനെ ഇറങ്ങാം. അതിപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങണം അങ്ങനെ ഒരു നിർബന്ധമായ കാര്യമൊന്നുമില്ല. നമ്മൾ സൗകര്യങ്ങൾ പരിഗണിക്കും, നമുക്ക് മെച്ചപ്പെട്ട ദിശ പരിഗണിക്കും, അല്ലെങ്കിൽ വീടിൻ്റെ ആകെയുള്ള ഇപ്പോൾ ക്രോസ് വെന്റിലേഷനൊക്കെ ആണെങ്കിൽ അതെങ്ങനെ പരിഗണിച്ചിട്ടൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് പരിഗണിക്കുക. അല്ലാതെ നമ്മൾ കിച്ചണിൽ തെക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ കിഴക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല, വടക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരു രീതിയില്ല. കിച്ചണിൽ നമുക്ക് ഏത് ഭാഗത്തേക്കും ഇറങ്ങാം. പക്ഷെ അത് വെക്കുമ്പം ക്രോസ് വെന്റിലേഷൻ പരിഗണിച്ച് വെക്കാം, വീടിൻ്റെ ആകെ ടോട്ടൽ ദിശ പരിഗണിച്ച് വെക്കാം, വീടിൻ്റെ സെൻറ്റർ പരിഗണിച്ച് വെക്കാം. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ആ വീടിൻ്റെ സ്ഥാനം പരിഗണിച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ്. അത് പറമ്പിൻ്റെ നീളം കൂടുതൽ സ്ഥലം വിടുന്നത്, ഇപ്പോൾ കിണർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ അതിനൊരു മികച്ച സ്ഥലം കണ്ടെത്തുക. അത് മാത്രമല്ല, നമ്മൾ കിച്ചണിലെ കബോർഡുകൾ കൊടുക്കുമ്പം അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് തുടർച്ചയായിട്ട് കബോർഡുകൾ കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിച്ചൻ്റെ ഡോറ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻറ്റീരിയറായിട്ട് ചെയ്യുന്ന കിച്ചൺ അല്ലെങ്കിൽ മോഡുലാർ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് കബോർഡുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കിച്ചണിൽ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കിച്ചൻ്റെ ഡോറും, അതായത് നമ്മൾ ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തായാലും കബോർഡുകളും ഓരോ അടുപ്പുകളും എവിടെയാണ് വരിക എന്നുള്ളതിനൊക്കെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാനിൽ നമ്മളത് വരയ്ക്കും വേണം. നമ്മളിപ്പോൾ ഒരാൾക്ക് പ്ലാൻ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്യും. അത് ഓരോ അടുപ്പും, അതായത് അടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ 3-4 അടുപ്പുകളുണ്ടാവും. അതായത് ഗ്യാസിൻ്റെ അടുപ്പ്, അതേപോലെ ഇലക്ട്രിക് സ്റ്റൗ, ഓവൻ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി അത് കൃത്യമായ ദിശയിൽ വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് ഏത് ഭാഗത്തേക്ക് ഇറങ്ങാം, പക്ഷേ അത് വീടിൻ്റെ മറ്റ് കാര്യങ്ങളും കൂടി പരിഗണിച്ച് വീടിൻ്റെ ദിശയും കൂടി ക്രോസ് വെന്റിലേഷനും ഒക്കെ പരിഗണിച്ചിട്ട് ഇറങ്ങുകയാണ് നല്ലത്. അപ്പോൾ അത് ഇപ്പോൾ കിണർ പരിഗണിക്കും, ചില ആളുകൾ ബാത്റൂം പരിഗണിക്കും, ചില ആളുകൾ ഇപ്പോൾ എന്തെങ്കിലും വീടായിട്ട് കൂട്ടിയെടുത്തിട്ട് എക്സ്ട്രാ കിച്ചണോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഭാഗമാണെങ്കിൽ അതിപ്പം തെക്ക് കിഴക്കല്ലാത്ത വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറിലൊക്കെയാണ് നമ്മളെ കിച്ചൺ എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചിലപ്പം പുറത്തേക്ക് എന്തെങ്കിലും കൂട്ടിയെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ നമ്മൾ വാതിൽ വെക്കും. ഇനി നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 3 വാതിലുകൾക്കുള്ള വീടുകൾ പാഷ്യോന്ന് എക്സ്ട്രാ ചെയ്യുന്ന വാതിലുകൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മളെ വീടിൻ്റെ ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ ആ വാതിൽ എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മളോട് ചില ആളുകൾ ചോദിക്കുന്നതാണ് കിച്ചണിന് നമുക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ കിച്ചണിന് ഏത് ഭാഗത്തേക്ക് ഇറങ്ങുകയാണ് നല്ലത്. അങ്ങനെയില്ല. നമുക്കൊരു നല്ലത് എന്നുള്ളൊരു പോർഷൻ അതിലില്ല. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് എങ്ങനെയാണ് സൗകര്യം, കിച്ചൻ്റെ ആവൃത്തി, നേരത്തെ പറഞ്ഞ പോലെ കിച്ചൻ്റെ കബോർഡുകൾ, അതേപോലെ നമുക്ക് ഇനി വരുന്ന കിണർ, നമ്മൾ അടുപ്പ്, ഇതൊക്കെ നമുക്ക് എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത് അതിനനുസരിച്ച് നമ്മളെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ട് നമുക്കത് വാതിൽ വെക്കാവുന്നതാണ്. അപ്പോൾ അതിനങ്ങനെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ദോഷമോ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് ക്രോസ് വെന്റിലേഷന് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാതെ, അതായത് അങ്ങനത്തെ കാര്യങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് പരിഗണിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ വീടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവാസം കൃത്യമാവുക, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുക, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവുക, സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, കുടുംബം എന്നുള്ള ഇതൊരു ഇമ്പമുള്ളതാകുക എന്നുള്ളതാണ് വീടിൻ്റെ ഒക്കെ ഉദ്ദേശം. അപ്പോൾ അതിലേക്ക് ആവുന്ന രീതിയിൽ നമ്മളെ വീടുകളൊക്കെ അല്ലാഹു ആക്കിത്തരട്ടെ. നല്ല ഖൈറും ബർക്കത്തും റഹ്മത്തും ഒക്കെ ഉള്ള വീടുകൾ മാറ്റട്ടെ. അപ്പോൾ അതിലൊക്കെ നമുക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.